ആഹാ എന്ത് കറക്റ്റാളിയാ. എന്തൊന്ന് കറക്റ്റാണ്? അല്ല, ഈ മാഗസിനിൽ പറഞ്ഞിരിക്കുന്നത് ചില ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാവാരുടെ അലമാരി നോക്കിയാൽ മതി എന്നാണ്. അതെന്താ സ്വഭാവം അലമാരിക്കകത്ത് പൂഴ്ത്തി വെച്ചേക്കണോ? രാവിലെ തുടങ്ങും കുറേ ചളിയായിട്ട്. എങ്ങനെ പറ്റുന്നളിയാ നിനക്ക്? എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നു. എന്തിപ്പോ കാര്യം എന്ത്? എന്റെ സ്വഭാവം വിശദീകരിക്കാൻ വന്നതാ? എൻ്റെ പൊന്നാളി, അതൊന്നുമല്ല. ചില ആൾക്കാരുണ്ട് ഈ അലമാരയ്ക്ക് തുണി മടക്കി വെക്കുന്നത് ഭയങ്കര ഒതുക്കി നല്ല വൃത്തി വെടുപ്പായിട്ട് മടക്കി വെക്കും. ചില ആൾക്കാർ ചുമ്മാ ഇങ്ങനെ വാരിയിടും. ചില ആൾക്കാർ ചുരുട്ടി വെക്കും. ചില ആൾക്കാർ നിന്നെ പോലെ അങ്ങ് തള്ളിക്കയറ്റും. മനസ്സിലായില്ലേ? ആട് തള്ളിക്കയറ്റിയത്. അല്ല, നീ ഇപ്പൊ തള്ളിക്കയറ്റില്ല, ആ കാര്യം പറഞ്ഞതാ. എനിക്കിവിടെ പല പരിപാടിയുണ്ട്, ഞാൻ ഭയങ്കര തിരക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ തുണി കഴിച്ചത്. നിനക്കിവിടെ എന്തോന്നാടി പണി? എനിക്കിവിടെ പല പണിയും കാണും. ആ പണിയൊക്കെ ഞാൻ നിന്നോട് പറയണമെന്നുണ്ടോ? രാവിലെ എണീക്കും ബലാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ചാളു അടിച്ചോണ്ട് എന്ന് പറഞ്ഞു. നീയുള്ള കാര്യം പറക്കണമെന്ന് പറയാതെ എടി, സംഭവം എന്ന് വെച്ചാല് ചില ആൾക്കാര് ഈ അലമാരിക്കകത്ത് ഈ ഡ്രസ്സൊക്കെ ഒരുമാതിരി വാരി വലിച്ചൊക്കെ വെക്കും. അവർക്കാണെങ്കിൽ ജീവിതത്തിൽ ഒരു അച്ചടക്കം ബോധം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ചില ആൾക്കാരുണ്ട് നല്ലപോലെ മടക്കി വൃത്തിയായിട്ട് മടക്കി വെക്കും. അവർക്ക് ലക്ഷ്യബോധവും എയിമും ഉണ്ട്. അതൊന്നും നിനക്കില്ലല്ലോ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അളിയാ. ക്യാരക്ടറിലെ കുറ്റം കണ്ടുപിടിക്കാനാണ് സാർ ഇവിടെ ഇരിക്കുന്നത്. എന്റെ അളി കുറ്റം പറഞ്ഞല്ല അളിയാ, ഈ ക്യാരക്ടർ കുറച്ച് ഗുണങ്ങളുണ്ട്. അവർക്ക് എത്ര പ്രശ്നം ഉണ്ടായാലും അവരൊക്കെ പെട്ടെന്ന് മോണാവും. പക്ഷെ ആ കാര്യം നീ കറക്റ്റ് ആണ് അളിയാ. നിനക്ക് എത്ര ബ്രേക്കപ്പ് ഉണ്ടായിട്ട് നീ മോണായിരിക്കണേ. നിന്റെ ക്യാരക്ടർ പറ. അയ്യോ അളിയാ, അതിന് ഞാൻ അലമാരി തുണി വെക്കാറില്ലല്ലോ. പിന്നെ എവിടെയാ തുണി വെക്കുന്നേ? ഞാൻ കസേരയിലല്ലേ വെക്കുന്നേ അളിയാ. ഈ കസേരയിൽ വെക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ വെറൈറ്റി ക്യാരക്ടറാണ്. അവർക്ക് എന്ത് സംഭവിച്ചാലും അവരാരും കുലിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നെ ആർക്കും തകർക്കാൻ പറ്റില്ല അളിയാ. അത് ശരി. അതായിരിക്കില്ലേ യു കെന്ന് കുറ്റിയും പറിച്ചിങ് പോകുന്നത്? യു കെയിലായിരുന്നു, നീ പറയില്ല അളിയാ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ക്യാരക്ടറൊന്നും അറിയണല്ലോ. അങ്ങോട്ട് നീ ഞാനോട് വായിക്കട്ടെ. എവിടെയാ വായിച്ചേ? ഇത് കണ്ടോ? ഇവിടെ മുതൽ ഏകദേശം ഈ ഒരു പാർട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. മനസ്സിലായില്ലേ? ഇത് ഫുള്ള് നെഗറ്റീവ് ആണല്ലോ. അപ്പൊ നിന്റെ സ്വഭാവമായിരിക്കും കേട്ടോ. ഞാൻ വായിക്കട്ടെ, വായിച്ച് തീർന്നില്ലെന്ന്. എന്റെ സ്വഭാവമാണ്. എന്റെ സ്വഭാവം നീ പറഞ്ഞെന്തിനാണ്? നിന്റെ ബുക്ക് വായിക്കാൻ ഇടിയാ അളിയാ. ഞാൻ സ്വസ്ഥമായിട്ട് ബുക്ക് വായിച്ചോണ്ടിരുന്ന അളിയാ അവിടെ വന്ന് കണ്ട് അടി ഉണ്ടാക്കാൻ വരുന്നത്. അത് നീ എന്ത് ബുക്ക് വായിക്കണേ? ചാരു, ഇത് മറ്റേ ടൈപ്പ്, മറ്റേ യൂട്യൂബിലൊക്കെ വരത്തില്ലേ, നിങ്ങൾ വലത്തെ കൈ കൊണ്ടാണോ എഴുതുന്നത്, ഇടത്തെ കൈ കൊണ്ടാണോ ഇതാക്കുന്നത്, മറ്റേ പൂച്ച അങ്ങോട്ട് പോയപ്പോ ചാടിയോ ഇങ്ങോട്ട് പോയപ്പോ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷണം പറയത്തില്ല ആ സാധനം. അല്ല, ഇതൊക്കെ വായിക്കാൻ തുടങ്ങിയത്? എന്റെ അളിയെ ഞാൻ മൊബൈലിൽ ചാർജ് ചെയ്തേക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം ഒരു ബുക്ക് വായിക്കാന്ന് പറഞ്ഞ് വായിച്ച് അപ്പത്തേക്ക് ഇങ്ങോട്ട് കേറി കൊട്ടിയെടുത്ത്. ചരു തടിപൊളിയാ ചരു. ഞാൻ മറ്റേ അലമാരിയിൽ തുണിയൊക്കെ വെക്കുന്നിട്ട് ക്യാരക്ടർ ഫുള്ള് പറഞ്ഞില്ലേ? അലമാരി തുണി വെക്കുന്നതിനും ക്യാരക്ടറാ എന്തൊന്നൊക്കെ പറഞ്ഞത് അളിയ. സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരാളുടെ അലമാര കണ്ടേ മനസ്സിലായി അയാളുടെ ക്യാരക്ടർ അടിപൊളിയാണല്ലേ എന്ന്. നീ എന്തായാലും അടിപൊളിയല്ലേ അളിയ, അതുകൊണ്ട് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം. അടിപൊളിയൊക്കെ തന്നെ അതിനകത്ത് പറയുന്നുണ്ടാ? അല്ല അളിയാ, നീ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുന്നത് ഭയങ്കര നീറ്റ് ആയിട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ നീ അടിപൊളി എന്ന് പറഞ്ഞത്. അതുള്ള കാര്യം. ഞാൻ എല്ലാ കാര്യം അങ്ങനത്തെ കറക്റ്റാ. വേറെന്തൊക്കെ പറയാ അളിയ? പിന്നെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട് അളിയാ. അതൊക്കെ ഭയങ്കര കറക്റ്റ് ആണ് അളിയാ. എന്താ പറഞ്ഞേ അളിയാ? നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ബോറടിക്കാണ്ട് മുന്നോട്ട് പോവാം എന്നുള്ള കാര്യം, റിഫ്രഷ്മെന്റ് എന്നൊക്കെ പറയത്തില്ലേ, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാ അളിയാ, നമുക്കിതൊക്കെ മടുപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാര്യയോ ഭർത്താവോ ഒക്കെ കാണുമല്ലോ, അവരോട് നമ്മൾ പണ്ട് സംസാരിക്കൂലേ, അല്ലെങ്കിൽ പോട്ടെ ഈ നമ്മൾ ഈ ഡേറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പോകില്ലേ, അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? എന്ത് സംസാരിക്കും? അതൊക്കെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞാല് എടി, അത് നിങ്ങൾ പറഞ്ഞത് പറഞ്ഞ് കുറേ ബോറടിക്കത്തില്ലേ? ഇത് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി അവർ പറയുന്നുണ്ട് നമ്മൾ എത്രത്തോളം റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പണ്ട് ആദ്യം തുടങ്ങിയില്ലേ അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. ഇല്ലെങ്കിൽ ഒരുമാതിരി ബോറടിക്കുക, ആൾക്കാർക്ക് ബോറടിക്കുള്ളിയാ. ഇനി ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ A to Z കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല, സത്യം. എൻ്റെ പൊന്നാളെ, A to Z കാര്യങ്ങൾ പറഞ്ഞാലും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമല്ലോ. നിങ്ങൾ ഈ പണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയൂല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ച് ഡേറ്റിങ്ങിനൊക്കെ പോടേ. ഒരു കോഫിയൊക്കെ കുടിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് കണ്ണു നോക്കി കൈമാറി അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത്തില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ. അയ്യേ, ഡേറ്റിങ് പൊടി, എനിക്ക് വട്ടല്ലേ ആളിയ. ഈ പ്രണയം ദൃഢമായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് ശങ്കരൻ പറ്റി പറഞ്ഞ വാക്കുകളാണ് അതൊക്കെ, ഞാനല്ല. ഇവരല്ലാത്ത പെണ്ണ്. ഞാൻ മൊത്തം വായിച്ചില്ലായിരുന്നു. അത് ഞാനല്ലേ വായിച്ചോണ്ടിരുന്നത്. മിണ്ടാണ്ടിരി. നീ വായിക്കേ. അതെ, ഈ ചെക്കന്മാരുടെ ഒക്കെ ആ ഒരു ആക്ടിവിറ്റി ഒക്കെ വെച്ചിട്ട് ക്യാരക്ടർ മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ നോക്കി? ചെക്കന്മാരെന്തോ ആക്ടിവിറ്റി? അവരുടെ ഓരോ ഇങ്ങനെ ഓരോ ഇതുണ്ടല്ലോ, ഓരോ നോട്ടങ്ങളും പെരുമാറ്റങ്ങളൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് അവരുടെ സ്വഭാവം കണ്ടുപിടിക്കാൻ പറ്റും നോക്കി.
എന്റെ ഇത് മറ്റേ കോഴിത്തനം എങ്ങനെ കാണിക്കാന്ന് പറഞ്ഞ ബുക്കല്ല, മനസ്സിലായില്ലേ? എന്നാ സിംഗിൾ ആയിരിക്കുന്നവർക്ക് എങ്ങനെ മിങ്കിൾ ആകാവുന്ന? ഞാനിവിടെ സിംഗിൾ ആയിട്ടിരിക്കുന്നു. ഞാൻ അല്ലാതെ എടി നിനക്ക് എത്ര ബ്രേക്കപ്പ് ഇടി ഇപ്പൊ വേണം ചോദിച്ചാൽ നീ കുറെ ഡസൻ കണക്കിന് പറയും ഇന്ന ആളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ബ്രേക്കപ്പ് അല്ലേ, അപ്പൊ റിലേഷൻഷിപ്പ് ആയിട്ടില്ലല്ലോ. എന്റെ പൊന്നാണ്, എനിക്ക് പരിപാടിയല്ല, മനസ്സിലായി? എനിക്ക് പോയെ മനസ്സിൽ ഒരു സമാധാനം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എങ്ങനെ ഉണ്ടാക്കാം. പോണീത് ഞാനും വഹിക്കും. ഒന്ന് പോടേ, ഇത്തിരി വലിയ ശല്യാണല്ലോ, വേറെ പണിയൊന്നുമില്ലേ? പോ, ഇറങ്ങിപ്പോ. ഇങ്ങനെ പയ്യനെ സെറ്റ് ആക്കാം. ആദ്യം ഇപ്പൊ മുന്റെ ഉടുപ്പൊക്കെ എടുത്ത് മരക്ക് അടുക്കി ഈ പഠിത്തം നേരെ ചെയ്ത് പഠിച്ചിരുന്നെങ്കിൽ വല്ല സർക്കാർ ജോലിയും കിട്ടണേ. വയ്യാത്ത പെണ്ണ് തന്നെ. നിന്റെ അടുത്ത് വണ്ടി മാറ്റിയൊക്കെ ഞാൻ പറഞ്ഞല്ലേ. എന്തിന്? എടാ അവളുമാര് കാണും. അവളുമാരുണ്ടോ? പിന്നെ പറ, നീ വണ്ടി എടുക്ക്. വണ്ടി എടുക്കണം. ഞാൻ പോണ വഴിക്ക് പറയാം. അങ്ങ് മാറി നിന്നിട്ട് പറയാം. എടുക്കെടുക്ക്. തമാശ ഞാൻ കേൾക്കട്ടെ. വണ്ടി സ്റ്റാർട്ടാക്ക. നീ എന്തിനാണ് അവളുമാരെ പേടിച്ചിരിക്കണത്? പേടിച്ചല്ല, ഞാൻ ഒരു വർക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. നീ എടുക്ക്, വണ്ടി എടുക്ക്. സൗണ്ട് ഉണ്ടാക്കാൻ അങ്ങനെ ചാട്ട് ചെയ്യണത്? അങ്ങനല്ല. നീ മനഃപൂർവ്വം ചെയ്യല്ലേ ബോബി. പോ 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 പോ. ഇതെന്തുവാടെ ഇങ്ങനെ? എന്തോ ഒരു ചുറ്റിക്കളി മണക്കുന്നില്ലടി. എന്തിനാ അവളി കള്ളത്തരം പറഞ്ഞൊരു ഒളിച്ചുകളി അവൾക്ക്? ഇനി വേറെന്തെങ്കിലും ആണെങ്കിലോ? എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനൊരു പഞ്ചരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാര്യം. എന്നാലും അവൾ എന്തിനായിരിക്കും പോയിക്കുന്നേ? ആർക്കറിയാം. എന്നെ നോക്കണ്ട, ഞാൻ വരുമ്പോ ലേറ്റ് ആവും. ശരി. ഈ ഡേറ്റിംഗ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഫ്രഷ് ആയിട്ട് ഇരിക്കും എന്ന് പറയുന്നത് കറക്റ്റാണോ? അറിയില്ല, അവളങ്ങനെ പറഞ്ഞത്. നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് അങ്ങനെ റിഫ്രഷ്മെന്റിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? എനിക്കും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ നേരത്തെ നീ അതേപോലെ ആയിരുന്നെങ്കിലോ എന്ന് എങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. എന്താ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനല്ല, പഴയ നീ ആയിരുന്നു കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നല്ല. അപ്പൊ നീ കുറച്ച് ബിസി ആയതുകൊണ്ട് പണ്ടത്തെ പോലെ സമയം കിട്ടാറില്ലല്ലോ. എന്താണ് പ്ലാൻ? ഡേറ്റ് ആരെങ്കിലും ഇതല്ല, നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡേറ്റ് ഒക്കെ ആവാലോ. ഫ്രണ്ട്ലി ഇതൊക്കെയാണ്, കുഴപ്പമില്ല അല്ലേ? ഇതൊക്കെയാന്നല്ല, നമുക്ക് വണ്ടി എടുത്ത് ചുമ്മാ അങ്ങ് കറങ്ങാൻ പോവാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇന്ന് ഇടി ഉണ്ടാക്കരുത്, ഡേറ്റ് പൊളിയും. അല്ലല്ല, ഞാൻ തന്നെയാണ് പ്രശ്നക്കാരി. പക്ഷെ നീ ട്രിഗർ ചെയ്യാൻ നിൽക്കരുത്, അപ്പഴേ ഞാൻ വഴക്കെടുത്തു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇന്ന് സ്നേഹിക്കാം. ശരിക്കും ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഒരു സ്പെഷ്യൽ സ്ഥലത്ത് കൊണ്ടുപോകാം. എവിടെ? ആ സർപ്രൈസ്. എന്നാലും പറടാ. അങ്ങനെ പറയണ സർപ്രൈസ് അല്ലേ? ഓക്കെ. വണ്ടിയില് ഫ്യൂൽ ഉണ്ടോ? ഫുൾ ടാങ്ക്. കണ്ടാ, ഡേറ്റ് എന്ന് പറഞ്ഞ ഇറങ്ങിയപ്പോ തന്നെ നീ എനിക്ക് സർപ്രൈസ് തരാൻ തുടങ്ങി. എനിക്ക് എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റി. നമുക്കിന്ന് അടിച്ചോളിക്കാം. അതിന്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ പിന്നെ കണ്ടോന്ന് എന്തുവാ അല്ലേ? ഇവിടെ അവളിപ്പോ അവരുടെ കറക്റ്റ് പറയുന്നത് ഒച്ച എടുക്കില്ല, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, കള്ളത്തരം പറഞ്ഞ പുറത്തിറങ്ങുന്നൊക്കെ. അല്ലടി, ഇനി രണ്ടും കൂടെ വല്ല ട്രിപ്പും പ്ലാൻ ചെയ്താണെങ്കിലോ? അതിന് ഞങ്ങൾ എന്തുവാടേ? ട്രിപ്പ് പോവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബാഗ് വേണം. അതൊന്നുമില്ല, കയ്യും വീശി തന്നെയാണ് പുറത്തോട്ട് ഇറങ്ങിയത്. അത് ശരിയാണ്, പക്ഷെ ഇപ്പം നമ്മൾ അറിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആ സ്റ്റെഫി പിന്നെ അവരുടെ കൂടെ പോകണമെന്ന് വാശി പിടിക്കുന്നു വിചാരിച്ച് ചിലപ്പം അങ്ങനെ വല്ലത് ഹൈഡ് ചെയ്തായിരുന്നു. എന്നാൽ സ്റ്റെഫിയോട് ചോദിക്കും ഇങ്ങോട്ടാ പോയത്. എടി, ഇനി എങ്ങാനും വല്ല ഹോസ്പിറ്റലിൽ എങ്ങാനും പോയതാണെങ്കിലോ? ഹോസ്പിറ്റലാ? അതിനെന്തിനാ ഒളിച്ചു പോണത്? നേരെ അങ്ങ് പോയാൽ പോരെ? അല്ല, വല്ല ചെക്കപ്പിനെങ്ങാനും പോയതാണെങ്കിലോ?
പോയേടി വൃത്തിയോടും കൊണ്ട് പറഞ്ഞോണ്ട് വന്നോളൂ. അയ്യേ നീ എന്തെന്നാണ് പറയണ? അതൊന്നും ആയിരിക്കില്ല. ഓടേ അവർ റിലേഷൻഷിപ്പ് ഒക്കെ അല്ലേ, പറയാൻ പറ്റൂല ചിലപ്പം. എന്നാലും എന്തായിരിക്കും? എന്തോ മക്കളെ, എന്തോന്ന് എന്തായിരിക്കും? അതില്ല അമ്മാവ, അമ്മാവ ഈ പ്രകൃതിയൊക്കെ ഉണ്ടല്ലോ അമ്മാവ, സൂപ്പർ ആയിരിക്കും. അത് പ്രകൃതി എങ്ങനെ ഇത്ര ഒരു ഭംഗിയൊക്കെ വന്നത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ സത്യം, ഞാനിത് 100 പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. ഇത്ര രമണീയമായിട്ട് എങ്ങനെ വരുന്നത്? ഭയങ്കര ഭംഗിയില്ല അമ്മാവ. എന്തേ എല്ലാ സൃഷ്ടികർത്താവിന്റെ കാരുണ്യം. ആ ഞങ്ങളാ സൃഷ്ടിയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഇപ്പം. ആണല്ലേ? സത്യം, ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അമ്മ അവിടെ നിന്ന് ആരോ വിളിക്കുന്നുണ്ട്. അടി അവിടെ നിന്നല്ല അമ്മ, പുറത്ത് പാലുകാരൻ വന്ന് പൈസ ചോദിക്കുന്നതായിരിക്കും. ചെന്നു ഞാൻ കേട്ടില്ലല്ലോ. ചെല്ല് പൈസ എടുത്ത് കൊടുത്തില്ലേ, അവര് വിളിക്കുന്ന ചെല്ല്. ഞാൻ പുറത്തുനിന്നല്ലേ വന്നത്. ഇപ്പഴല്ലേ വിളിച്ചത്? ഇപ്പഴല്ലേ വിളിച്ചത്? പോയിട്ട് വീണ്ടും വന്നേരിക്കും. നിങ്ങൾ ഞാൻ പോയിട്ട് ടപ്പേന്ന് വരാം. പടയെന്ന് വച്ചല്ലേ ഓട്. നീ പറഞ്ഞ വൃത്തിയോടെ അമ്മ കേൾക്കാറുള്ളത് ഭാഗ്യം. പിന്നെ അത് മതിയായിരുന്നു. ഇതിലെന്ത് വൃത്തിയടിക്കുന്നു? ഏതൊരു ആണ്ണും പെണ്ണും ഇതൊക്കെ കൊണ്ടാവുന്നുണ്ട്. ഒന്ന് പോടി വൃത്തിയേട്. അതൊക്കെ ശരി, എന്നാലും ചാരു എന്തിനായിരിക്കും പോയത്? എന്താടാ, എന്ത് പറ്റി? ചെറുതായിട്ടൊന്ന് ഓഫായി. പെട്രോൾ അടിച്ചാന്നല്ലേ പറഞ്ഞത്? പെട്രോള്, പിന്നെ പെട്രോള് ഫുൾ ടാങ്ക് അല്ലേ. എന്നാ നീ കിക്കർ അടിച്ച് സ്റ്റാർട്ട് കളിക്കുമ്പോ സ്റ്റാർട്ടാവും. ഇത് ഇന്നെങ്ങാനും നടക്കുവോ? പെട്രോള് തീർന്നാ? പെട്രോള് ഞാൻ ഇന്നലെ ഞാൻ പിന്നെ പെട്രോൾ അടിച്ചത്. ദേഷ്യപ്പെട്ടൊരു കാര്യം പറയാം. പെട്രോൾ തീർന്നു. അപ്പൊ നീ പെട്രോൾ അടിച്ചെന്നല്ലേ പറഞ്ഞത്? അത് ഇന്നലെ അടിച്ച്. എത്ര രൂപയ്ക്ക്? 110 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ച്. 110 രൂപയ്ക്ക് ഫുൾ ടാങ്ക്? എടി 110 രൂപയ്ക്കാണോടാ നീ ഡേറ്റിന് വരാൻ നിന്നത്? ഇതും കൊണ്ട് നീയല്ലേ പറഞ്ഞത് ദേഷ്യപ്പെട്ടുള്ളൂ, പിന്നെ ഇപ്പൊ ദേഷ്യപ്പെടുന്നതാ? ഇത് ദേഷ്യപ്പെടാണ്ടിരിക്കാനുള്ള കാര്യമാണല്ലോ നീ കാണിച്ചു കൂട്ടിയത്. പെട്രോളല്ലേ തീർന്നൊക്കെ വിചാരിക്കും. ഞാൻ അടിച്ചാണല്ലോ, പെട്ടെന്ന് എങ്ങനെ തീർന്നത്? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇവിടെ എവിടെ പെട്രോൾ പമ്പ് ഉള്ളത്? എന്ത് സംഭവം എന്നറിയാമോ? നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബാക്ക് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്രോൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പോ അങ്ങോട്ട് കാണാൻ സാധ്യത കുറവാണ്. അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യും? നമുക്ക് തിരിച്ചു പോയി പെട്രോൾ വാങ്ങിച്ചിട്ട് വരാം. ആര്? നമുക്ക് പോയിട്ട് നീ പോകും, ഞാൻ ഇവിടെ നിൽക്കും. അങ്ങനല്ല, നീയല്ലേ പറഞ്ഞ പഴയ പോലെ ആവണോന്ന്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് പെട്രോൾ ഇരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? പെട്രോൾ വാങ്ങിക്കാൻ ഇവിടെ വരുമല്ലായിരുന്നു. പണ്ടാണ് ഞാൻ വരുമായിരുന്നു, ഇപ്പൊ എന്തായാലും ഞാൻ വന്നില്ല. എനിക്കങ്ങും വയ്യ അവിടെ വരെ നടക്കാൻ. അപ്പൊ നീ എന്ത് ഇവിടെ വയ്ക്കൂ? ഞാൻ തലയും കുത്തിക്കും. അത് പറ്റൂലേ? എന്തേ? വാ നമുക്ക് പോയിട്ട് പെട്രോൾ വാങ്ങിച്ചിട്ട് വരാം. സ്ഥലവും കണ്ടിട്ട് പേടിയാണല്ലോ. അതന്നെ. വല്ല ഓട്ടോയും കിട്ടുമോ? ഓട്ടോ കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി അങ്ങോട്ട് വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ. അതായിരുന്നു നിന്റെ സർപ്രൈസ്. അങ്ങോട്ടേക്ക് വല്ല കിട്ടൂല്ലേ ഓട്ടോ? അങ്ങോട്ട് കിട്ടൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് ഞാൻ പറയണം നമുക്ക് പോയി നടന്ന് പോയി നമുക്ക് പെട്രോൾ വാങ്ങിച്ചോണ്ട് വരാം. എടാ എന്നെ കൊണ്ടെങ്കിൽ വയ്യട്ടാ നടക്കാൻ. അവിയേട്ടൻ വിളിച്ച മക്കൾ വരൂലേ? പറയണ കേക്ക്. വാ, നമ്മൾ തിരിച്ചു പോകുന്നു, പെട്രോൾ വാങ്ങിക്കുന്നു, വരുന്നു, വണ്ടിയിൽ ഒഴിക്കുന്നു, വണ്ടി എടുത്തോണ്ട് വ്യൂ പോയിന്റ് കാണാൻ പോകുന്നു. വാ. കഷ്ടം. എവിടെ പോണ്ടാ? ലോകെതിരെ ആരും എടുത്തോണ്ട് പോയാലോ? ബാ. ഡേറ്റ് ഒരു കുന്തോ വേണ്ടായിരുന്നു. പോ. ഇന്ത്യ 2 വളവും കൂടെ ഉള്ളൂ, കുറച്ചും കൂടെ ഉള്ളു. കുറച്ച് പോയാൽ മതി. അവിടെ ചെന്നിട്ട് പെട്രോൾ പമ്പിൽ എത്തുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഓട്ടോ വിളിച്ചിട്ട് വരാം. അതല്ലെങ്കിലും അത്ര എങ്ങനെ തന്നെ ഉള്ളൂ. ഞാൻ അവിടെ ഇരിക്കും, നീ ഓട്ടോ വിളിച്ച് വന്ന് വണ്ടി എടുത്തോണ്ട് വരും. അത്രേ ഉള്ളൂ. എന്തൊരു പറഞ്ഞൊരു എടാ വയ്യടാ എനിക്ക്. റിഫ്രഷ്മെന്റ് വേണ്ടേ ഡേറ്റിങ്ങില്? റിലേഷൻഷിപ്പ് ഐഡിയ എന്റെ ആയി പോയി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ തീർന്നെങ്കിലും ആ നടന്ന് വരവിലാണ് കുറെ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നതും കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തത് അല്ലേ? വരും. കുറെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ ഏകദേശം 3 കിലോമീറ്ററോളം നടന്നത്. നീയല്ലേ പറഞ്ഞ ദേഷ്യപ്പെടുമല്ലോ എന്റെ അടുത്ത്? ദേഷ്യപ്പെടല്ല വേണ്ട, 2 വെച്ച് തരുക വേണ്ടത്. അമ്മേ കളിക്കില്ല അങ്ങനെ ഞാൻ പോയി മാറിയിരുന്നേ.
മാറിയിക്കാൻ പറഞ്ഞു. പെട്രോൾ വാങ്ങിക്കണ്ടേ? പോണം. വാ. വാ, ഇരുന്ന് അങ്ങനെ നടക്കും. ചാടി ചാടി നിക്കണം. പെട്ടെന്ന് വാ. പെട്ടെന്ന് വാ. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോ. പെട്ടെന്ന് വാ. എന്ത് പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ പറ്റണ്ടേ? എന്താണ് കാലിക്കുപ്പി? ചെറിയൊരു പ്രശ്നമുണ്ട്. ഏ? അമ്മ ഒരു കുപ്പിയിൽ പെട്രോൾ വരില്ലെന്ന്. വണ്ടി കൊണ്ടുവന്നാലേ പെട്രോൾ വരുള്ളൂ. ഓ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കുഴപ്പമില്ല, നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിൽ കയറി നമുക്ക് അവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് വണ്ടി തള്ളിക്കൊണ്ട് വന്നിട്ട് പെട്രോൾ അടിച്ചോണ്ട് പോവാം. ചേട്ടാ അവിടെ വരെ ഒന്ന് കൊണ്ടാക്കാവോ? നീ എവിടെ പോണം? നീ എവിടെ പോണം? വണ്ടി എടുത്തിട്ട് വന്നാ മതി. എനിക്കിപ്പോ തന്നെ പോവാൻ ലേറ്റ് ആയി. പൊക്കോ. അല്ല, ഞാൻ ഇപ്പൊ വണ്ടി എടുത്ത്. നീ വണ്ടി എടുത്തിട്ട് ഞാൻ വിളിച്ചോളാം. ചേട്ടാ നീ ഇവിടെ പോവാം. പൊക്കോ. അല്ല, അങ്ങനെ പോയി ഞാൻ ഒറ്റ കേൾപ്പില്ല. ഡേറ്റ് ഡേറ്റ് പിന്നെ പോടാ. പോടാ, ഡേറ്റ് ആവണ്ട. പോടാ. എടി മോളെ, അവൻ മനഃപൂർവ്വമൊന്നുമല്ലല്ലേ? എന്നാലും ചെക്കനെ ഒറ്റയ്ക്കാക്കിട്ട് വരണ്ടായിരുന്നു. എടി നിന്റെ ഓരോ ഐഡിയയും കേട്ടിട്ടാണ് റിലേഷൻഷിപ്പ് റിഫ്രഷ് ആവുന്നൊക്കെ പറഞ്ഞ ഡേറ്റിന് ഞാൻ പോയത്. എന്തോന്ന് ചാരു, ഡേറ്റിങ്ങോ വട്ടാണ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? എടി അത് പിന്നെ റിലേഷൻഷിപ്പ് റിഫ്രഷ് ആവുന്ന വിചാരിച്ചിട്ടല്ലേ പോയത്. പക്ഷെ ഇവൻ പെട്രോൾ അടിക്കാണ്ട് വരുന്ന ഞാൻ വിചാരിച്ചാ. റിഫ്രഷ് ആയില്ലേ ശരിക്കും? അല്ല, ശരിക്കും ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, മനസ്സിലായില്ലേ? എന്നാൽ അവനൊരു 10 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു വരുന്ന ഞാൻ 100 വട്ടം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല ചാരു, അവന്റെ പൈസ ഉണ്ടാവില്ല. എടുത്ത് പൈസ ഇല്ലാത്തോണ്ടൊന്നുമല്ല, ഇത് അവന്റെ മടിയാണ്. അല്ല, ഈ പറഞ്ഞ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. 100 രൂപയുടെ പെട്രോൾ എടുത്ത് ഒരാഴ്ച ഓടിക്കുന്ന ആളാണ്. അതെ, നിങ്ങൾ ഈ പറഞ്ഞ ട്രിക്കില്ലേ, അത് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുമോ? അല്ല അമ്മാവ, ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് വേറെ ട്രിക്കാണ്. ആ ബുക്ക് എനിക്കൊന്ന് വാങ്ങിച്ചു തരും. അതിന് പ്രത്യേക കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ. തരാം. അപ്പോൾ അതൊന്ന് റെഡിയാക്കി തരണം. നീ ആ അപ്പോയിന്റ്മെന്റ് ശരിയാക്കി തരാം. ബുക്കല്ലേ, റെഡിയാക്കി തരാം. അതെ, അവൻ പെട്രോൾ അടിച്ചാണോ? എടി നീ ഒന്ന് വിളിച്ചോക്കവനെ. വിളിക്കണോ? ഒരു വിളിക്കടി. വിളിച്ചു നോക്ക്, എന്തായെന്ന് അറിയണ്ടേ? വിളിക്കണോ? പിന്നെ എടുത്തിട്ട് വിളിക്ക്. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചൊക്കെ വരുന്നു. ഓണാക്കി വിളികളിയാ. മറ്റേ ട്രിക്ക് മറക്കല്ല. എന്റെ പൊന്നമ്മാവ, നിങ്ങൾക്ക് സെറ്റാക്കി തരാം. ഇങ്ങനെ ഈ പ്രായത്തിൽ എന്തോന്നത് സെറ്റാക്കി തരാം. ഹലോ, നീ എന്തിനു ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത്? അത് പിന്നെ നീ എന്നെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ? എടി സോറി, ഞാൻ പെട്രോൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ലല്ലോ, തീർന്നു പോയതാണ്. ആണോ? എന്നാ നമുക്ക് നാളെ പോയല്ലോ. റെഡിയാണോ? അല്ല, നീ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചേ? ഞാൻ 250 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. 250 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. സത്യം പറ ഭാവി. 110. നീ ഒരിക്കലും നന്നാവത്തില്ല. നീ വെച്ചേ. കട്ട് ചെയ്ത 110 പറയണ്ടായിരുന്നു. എന്നെ ചാരു